സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ മോന്ത അടിച്ചു പൊളിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പട്ടാമ്പി എം.എൽ.എ. മുഹമ്മദ് മുഹസിന്റെ ഭീഷണി. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷാണ് എം.എൽ.എ. താക്കീത് നൽകിയത്. സഹോദരിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് എം.എൽ.എയുടെ പ്രതികരണം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ? അതെ, ഞാൻ എം.എൽ.എ. ആണ് വിളിക്കുന്നത്. പറയൂ സർ. തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം? വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി? ഇല്ലല്ലോ. വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി. എന്റെ പെങ്ങൾ അവിടെ കരഞ്ഞിട്ടാണല്ലോ. അല്ലല്ല, അത് അവര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണം പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ലേറ്റ് മാരേജ് ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷന് വിളിച്ചിട്ടില്ല. ഇല്ല, അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതി. ഓക്കെ. പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇല്ല, തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കടോ. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് ഭയനന്തരൊക്കെ അറിയാം. അവിടെ നിയമസഭയിലായതുകൊണ്ട് ഞാൻ മോശമായിട്ട് സാറ് മാന്യമായിട്ട് സ്ത്രീകൾ ആ പെൺകുട്ടി അവിടെ വന്നിട്ടല്ലേ പോയത്. അവൾ എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാ പറഞ്ഞത്. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നോട്, വേറെ കണ്ടു നിന്നവരും കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ. എന്റെ നാവ് ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിലും അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ വേണ്ടില്ല. ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കാൻ വന്നിട്ട് നേരെ മോന്തയ്ക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കുള്ളൂ. എന്റെ മാത്രമല്ല, താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളത്. ആ മുസ്തഫ മെമ്പറോട് എത്ര മോശമായിട്ടാ സംസാരിച്ചു? അവിടുത്തെ മറ്റു മെമ്പർ സ്ത്രീകൾ ആസീന മെമ്പറോട് എത്ര മോശമായിട്ടാ സംസാരിച്ചു? ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നല്ല. ഞാനത് ആൾക്കാരോട് മോശമായിട്ട് സംസാരിക്കാനായിട്ട് വല്ല കരാറെടുത്ത പോലെയാണല്ലോ മെല്ലെ സംസാരിക്കുന്നത്. അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. അതവിടെ വീട്ടിൽ വെച്ചേക്ക്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതെനിക്കറിയാം, നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരാണെന്ന് ഞാൻ എങ്ങനെ പെരുമാറിയെന്ന് നല്ല ബോധ്യമുണ്ട്. അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി. ആയിക്കോട്ടെ. അല്ല പിന്നെ ടി നന്ദഗോപാൽ വിവരങ്ങളുമായി ചെയ്യുന്നു. നന്ദു, ഇതെന്താണ് ഈ ഭീഷണിക്ക് ആധാരമായ സംഭവം? അജീം സർ, അതായത് ഈ മുഹമ്മദ് മുഹസിൻ എം.എൽ.എയുടെ സഹോദരി ഒരു വിവാഹ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിനായി ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഈ സമയത്ത് ഈ സഹോദരിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപമാനിച്ചു എന്നുള്ളതാണ് ഈ മുഹമ്മദ് മുഹസിനെ പ്രകോപിതനാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം എം.എൽ.എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ സഹോദരി ഈ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിന്റെ അപമാനം മൂലം അവിടെ നിന്നും കരഞ്ഞാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്ത്രീകളോട് പെരുമാറിയാൽ മോന്ത അടിച്ചു പൊളിക്കും എന്നുള്ളതാണ് ഈ എം.എൽ.എയുടെ ഭീഷണി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ പറയുന്നുണ്ട്, നിയമസഭയിലായിപ്പോയി, അല്ലെങ്കിൽ നേരിട്ട് വന്ന് ആദ്യം ഒന്ന് തന്നിട്ടായിരിക്കും ബാക്കി വർത്തമാനം എന്നുള്ളത് ഉൾപ്പെടെ എം.എൽ.എ ഇതിൽ പറയുന്നുമുണ്ട്. ഒപ്പം മറ്റ് സ്ത്രീകളോടും അവിടെയുള്ള മറ്റ് സ്ത്രീകളോടും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ളത്. പൊതുവിലായി ഇദ്ദേഹം ഇത്തരത്തിലൊരു സ്വഭാവക്കാരനാണ് എന്നുൾപ്പെടെ എം.എൽ.എ ആരോപിക്കുന്നുമുണ്ട്. അതേസമയം ഈ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് താൻ അത്തരത്തിൽ പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ആ പഞ്ചായത്ത് സെക്രട്ടറി. അവിടെ കൂടി നിന്ന ആളുകളോടൊക്കെ തന്നെ ചോദിക്കാം, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരമൊരു സംഭവം ദിവസങ്ങൾക്ക് മുൻപാണ് ഉണ്ടായത്. ഈ സംഭവത്തിന് ശേഷം ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് സ്ഥലം മാറ്റം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഈ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സ്ഥലമാറ്റമാണോ എന്നുള്ളൊരു സംശയം കൂടെ ആളുകൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരാൻ മുഹമ്മദ് മുഹസിൻ എം.എൽ.എ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു സഹോദരിയെ ഇത്തരത്തിൽ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം.എൽ.എയുടെ ഭാഗത്തു നിന്നും ഈ ഒരു ഭീഷണി ഉണ്ടായിട്ടുള്ളത്.